പാദപൂജ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. വിവിധ സ്കൂളുകളിൽ പാദപൂജ നടന്നതിന്റെ ദൃശ്യങ്ങൾ, ഫോട്ടോകൾ ഇത് സംഘടിപ്പിച്ച ആളുകൾ തന്നെ, സ്കൂൾ മാനേജ്മെന്റോ അല്ലെങ്കിൽ അവരുടെ അധ്യാപകരോ അവിടുത്തെ രക്ഷിതാക്കളോ തന്നെ പുറത്തുവിടുകയും ചെയ്തു. അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. അതിനെതിരെ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്ത് വരികയും ചെയ്തു. മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ജനാധിപത്യ അവബോധത്തെയും തകർക്കുന്നതാണ് സ്കൂളുകളിൽ നടന്ന പാദപൂജ എന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ഫ്യൂഡൽ കാലത്തെ അടിമത്വ മനോഭാവം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടന്നതെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. രാജ്യം സംസ്കരിക്കാൻ ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ഒരാചാര രീതി നടപ്പിലാക്കാനാണ് ആധുനിക സമൂഹത്തിൽ കേരളം പോലുള്ള സംസ്ഥാനത്ത് ഈ RSകാരും സംഘപരിവാർ വിഭാഗവും ചേർന്ന് അവർ കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ മേലെ നടപ്പിലാക്കാൻ ഇപ്പോഴും തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ളത്. അപലപിക്കേണ്ടുന്ന ഒരു കാര്യമാണിത്. ഈ അപരിഷ്കൃത രീതിയെ ജനങ്ങൾ ശക്തിയായ രീതിയിൽ പ്രതിഷേധിക്കുകയും എതിർക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്.